ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതെ, ഗ്രൂമിങ്. ആദ്യം തന്നെ എന്താണ് ഈ ഗ്രൂമിങ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള ആളുകൾ തമ്മിൽ റിലേഷൻഷിപ്പിലാവുന്നതാണ് ഈ ഗ്രൂമിങ്ങിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഏജ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ഏജ് ഡിഫറൻസ് ഉള്ള ആളുകളും ഗ്രൂമിങ് ആണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ടീനേജിലുള്ള പെൺകുട്ടികളെ കുറച്ച് മുതിർന്ന ഒരു 25, 26, 27 ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ, അതായത് നല്ല ഇയർ ഗ്യാപ്പ് വരുന്ന രീതിയിലുള്ള ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ അവർക്ക് വേണ്ട പോലെ സ്നേഹം കൊടുത്ത്, കെയർ കൊടുത്ത്, പ്രൊട്ടക്ഷൻ കൊടുത്ത് അവർക്ക് വേണ്ട പോലെ ഒരു ഭാര്യയാക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൂമിങ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂമിങ്ങിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നത് ഒരു ലവ് ബോംബിംഗ് ആണ്. ഒരു ടീനേജിലുള്ള പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് അവർക്ക് ഉണ്ടായിരിക്കുക. അവർക്ക് വേണ്ട രീതിയിലുള്ള അറ്റൻഷൻ കിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവർ ബുള്ളിങ് ചെയ്യപ്പെടുന്നതിന്റെ പ്രശ്നങ്ങൾ, ഫാമിലി ആണെങ്കിലും ഇപ്പം അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കെയർ മേ ബി അവർക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. കാരണം എല്ലാ പാരൻസും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ രീതിയിലൊക്കെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ കുറച്ച് മുതിർന്ന ഒരാള് ഇവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട്, ഇവർക്ക് അറ്റൻഷൻ കൊടുത്തുകൊണ്ട്, കെയർ കൊടുത്തുകൊണ്ട്, ലവ് കൊടുത്തുകൊണ്ട് ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഈ ടീനേജിലുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു കണക്ഷൻ അവരോട് പെട്ടെന്ന് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കണക്ഷനെ ഈ പെൺകുട്ടികള് ലവ് ആണെന്ന് തെറ്റിദ്ധരിക്കാറാണ് പതിവ്. അപ്പോൾ ഈ മുതിർന്ന ആ ഒരു വ്യക്തി, അതായത് ഈ റിലേഷൻഷിപ്പിലാവുന്ന മുതിർന്ന ആ ഒരു വ്യക്തി ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടിക്ക് കെയർ കൊടുത്ത്, ലവ് കൊടുത്ത് ഈ പെൺകുട്ടീന്റെ അതോറിറ്റി ഇവരെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവൾ എന്ത് ഡിസിഷൻ എടുക്കണം, അവൾ എന്ത് ഫുഡ് കഴിക്കണം, അവൾ എന്ത് വസ്ത്രം ധരിക്കണം, ഏത് കോഴ്സ് പഠിക്കണം. നമുക്ക് നോർമലി ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നില്ല. കാരണം ഇയാൾ ഈ പെൺകുട്ടിക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നു, എങ്ങനെയാണ് പോകണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകണ്ടേ എന്നുള്ളതാണ് നമുക്കിത് നോർമലി നോക്കുന്ന സമയത്ത് തോന്നുന്നത്. ആ ഒരു പെൺകുട്ടിക്കാണെങ്കിലും ഇതൊരിക്കലും ഒരു മാനിപ്പുലേഷൻ ആണ്, അല്ലെങ്കിൽ ഈ കുട്ടിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്, ഓൾറെഡി ലോകം കണ്ട ഒരു വ്യക്തിയും നമ്മൾ ലോകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ ലോകം കാണാൻ പോകുന്ന ഒരു വ്യക്തിയും തമ്മിൽ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ഈ ഒരു യങ്ങർ ആയിട്ടുള്ള കുട്ടി, അതായത് ഓൾറെഡി ടീനേജിൽ നിൽക്കുന്ന ആ ഒരു കുട്ടി ലോകം കാണുന്നത് ഈ ഒരു എൽഡർ ആയിട്ടുള്ള വ്യക്തിയിലൂടെയാണ്. അയാളുടെ പെർസ്പെക്റ്റീവിലൂടെ, അയാളുടെ ശരികളിലൂടെ, അയാളുടെ തെറ്റുകളിലൂടെയാണ് ഇവർ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ, അതുപോലെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യവും അവർ വളർന്ന സാഹചര്യവും തമ്മിലുള്ള പല വ്യത്യാസങ്ങളും ഇതിലുണ്ടാവുകയും ഈ പെൺകുട്ടിയുടെ പല ഇഷ്ടങ്ങളെയും അവൾക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. സോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ ഉണ്ടാവുന്നത് ഒരു ലവ് ബോംബിംഗ് ആണ്. ഇതുവരെ നമുക്ക് കിട്ടാത്ത ഒരു കൈൻഡ് ഓഫ് ലവ്, ഇതുവരെ നമുക്ക് കിട്ടാത്ത ഒരു കൈൻഡ് ഓഫ് അറ്റൻഷൻ, ഇതുവരെ നമുക്ക് കിട്ടാത്ത അത്രയും സ്നേഹം, അതുപോലെ കണക്ഷൻ, സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് എല്ലാം നമുക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ടീനേജില് തൻ്റെ വ്യക്തിത്വം എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു പേഴ്സന്റെ അടുത്ത് ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാവുന്നു. ഇനി ഈ ഗ്രൂമിങ് ചെയ്യുന്ന ആളുകളുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, അതായത് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്നും നമ്മളെ ഒന്ന് ഡിസ്റ്റൻസിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് ഇവർ ഇന്റൻഷനലി ചെയ്യുകയാണ്, നമ്മളെ ഇവരിൽ നിന്നും അകറ്റാണെന്നൊന്നും ഈ ഒരു ടീനേജിലുള്ള അല്ലെങ്കിൽ യങ്ങർ ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവർ സ്നേഹത്തോടെയാണ് പറയുന്നത്, നീ അവരുടെ അടുത്ത് അത്ര കൂട്ടുകൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അല്ലെങ്കിൽ നീ അവളുടെ അടുത്ത് അങ്ങനെ കൂട്ടുകൂടണ്ട, നീ നിന്റെ പാരൻസിൻ്റെ അടുത്ത് എന്നേക്കാൾ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, കാരണം എനിക്ക് നിന്നെ അത്രയും ഇഷ്ടമാണ്, ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്റെ കാര്യത്തിൽ അത്രയും സെൽഫിഷാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് വിചാരിക്കുക, ആ ഒരു വ്യക്തിക്ക് നമ്മളോട് അത്രയും സ്നേഹമുണ്ട്, ആ ഒരു വ്യക്തിക്ക് നമ്മൾ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഇവർ പറയുന്നത്. അതായത് ഒരു മാനിപ്പുലേഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നടക്കുന്ന കാര്യം
എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു കോമൺ സെൻസ് ഒന്നും നമുക്ക് ആ ഒരു ഏജിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ ഇതിലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂമിങ് ചെയ്യുന്ന വ്യക്തി ഒരിക്കലും ഈ പെൺകുട്ടിയെ ഓക്കെ ഇന്റൻഷനലി നമുക്ക് അവളെ ഗ്രൂം ചെയ്യാം ഈ ഒരു തോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ലക്ഷ്യം വെച്ചിട്ടോ ഇന്റൻഷൻ വെച്ചിട്ടോ ഒന്നും അല്ല അവർ ഈ ഗ്രൂമിങ് ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ്. ഈ ഒരു വ്യക്തിക്ക് പോലും താൻ ചെയ്യുന്നത് മാനിപ്പുലേഷൻ ആണ്. തനിക്ക് വേണ്ട പോലെ ഒരു പെൺകുട്ടീനെ മാറ്റിയെടുക്കുക, അതായത് എന്താണോ ഞാൻ പറയുന്ന പോലെ ജീവിക്കാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ജീവിക്കാൻ ഒരാള് എന്നുള്ള രീതിയിൽ ഞാൻ ഒരാളെ മാറ്റിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാളെ മേൽ എൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് എന്നൊന്നും ആ ഗ്രൂമിങ് ചെയ്യുന്ന വ്യക്തിയും വിചാരിച്ചിട്ടാവില്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ ശരിക്കും ഒരാളുടെ വ്യക്തിത്വത്തെ അയാൾ സ്പോയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മളേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഗ്രൂമിങ് ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഈ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ നമ്മുടെ ഏട്ടായിക്ക് വേണ്ടി എല്ലാം മാറ്റി എല്ലാം മാറി ഏട്ടായിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി അവര് ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ കമ്പൽ ചെയ്യപ്പെടുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പിന് ഭയങ്കരമായിട്ടുള്ള ഒരു സീക്രസി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇവരെപ്പോഴും ഇവരുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഫാമിലിയോടാണെങ്കിലും ഈ കാര്യം ഇപ്പം ആരും അറിയണ്ട, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് സീക്രട്ട് ആക്കി വെക്കാം എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഈ ഒരു ഗ്രൂമിങ് ചെയ്യുന്ന വ്യക്തി ഗ്രൂമിങ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് പറയുന്നത് ഇത് നമുക്ക് സീക്രട്ട് ആക്കി വെക്കാം, ഇതിപ്പോൾ തൽക്കാലം ആരും അറിയണ്ട, അതാണ് നമ്മളുടെ ഒരു പ്രൈവസിക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതിനെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇതിന്റെ പിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുള്ള ഇന്റൻഷൻ എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് പറയും ഇത്രയും ഏജ് ഗ്യാപ്പുള്ള ഒരാളല്ലേ നീ എന്തിനാ ആളെ നോക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പോൾ നിന്റെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ എന്താ അയാൾ ഇടപെടുന്നത്, ആ രീതിയിൽ നമ്മൾക്ക് ഒരു ബോധോദയം ഉണ്ടാക്കി തരാൻ മേ ബി നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ കഴിഞ്ഞേക്കാം. അപ്പോൾ അത് ഭയന്നാണ് ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് പോകുന്നവരെ സീക്രട്ട് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി നാലാമത്തെ കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിന്റെ കുറച്ച് ഡീപ്പ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യത്തിലും സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാവില്ല, സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവില്ല, അതുപോലെ സ്വന്തമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ ഒട്ടും ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഇവരെത്തുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ഇതിലെ അഞ്ചാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഈ ഒരു ഗ്രൂമിങ് ചെയ്യപ്പെടുന്ന വ്യക്തികള് ഈ ഗ്രൂമിങ് ചെയ്യുന്ന ആളുകളുടെ ബൗണ്ടറീസിനെ അവർ വയലേറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അവരുടെ ബൗണ്ടറീസിനെ തകർത്ത് അതിൻ്റെ അകത്തേക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഇവരെ ബൗണ്ടറി വെക്കാനായിട്ട് ഇവരൊരിക്കലും സമ്മതിക്കില്ല. അതായത് ഈ ഗ്രൂമിങ് ചെയ്യപ്പെടുന്ന വ്യക്തികളെ ഒരു തരത്തിലുള്ള ബൗണ്ടറീസ് വെക്കാനും സമ്മതിക്കില്ല. അവരെല്ലാ കാര്യത്തിലും ഇങ്ങനെ കയറി ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഇവൻ അവരെന്ത് ഫുഡ് കഴിക്കണം, എന്ത് കഴിക്കണ്ട, എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് ഡ്രസ്സ് ഇടണ്ട, ഈ രീതിയിൽ എല്ലാ കാര്യത്തിനും ഒപ്പീനിയൻസ് പറയും. അതുപോലെ അവരനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരോട് പിണങ്ങുന്നു. പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും ഇങ്ങനെ ഇടിക്കുക, ഉപദ്രവിക്കുക, അല്ലെങ്കിൽ നമ്മളെ ചീത്ത പറയുക, ഇതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെയുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെപ്പോഴും ഇപ്പം അവർ പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടില്ലെങ്കിൽ അവർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം അവർ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഇവർ നമ്മളെ പണിഷ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളോട് ചീത്ത പറയുകയും നമ്മൾ അടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പൊ നമുക്കിത് മനസ്സിലാവില്ല. പക്ഷെ ഇവർ ആ ഒരു സ്നേഹം സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഇമോഷണലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ശരിക്കും നടക്കുന്നത് ഒരു മാനിപ്പുലേഷൻ ആണ്. നമ്മൾ സ്നേഹം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു മാനിപ്പുലേഷന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മാനിപ്പുലേഷനിൽ പെട്ടിരിക്കുന്ന ആളുകൾക്ക്, പല ആളുകൾക്കും ഇപ്പൊ പോലും അവരൊരു മാനിപ്പുലേഷനിലാണ് അല്ലെങ്കിൽ അവരൊരു ലൂപ്പിന്റെ അകത്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർ ഒരുപാട് ആ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അവർക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ലോക്കായി പോയിട്ടുമുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിന് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം ആ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഏജ് ഡിഫറൻസ് ആയിട്ട് കല്യാണം കഴിക്കുന്ന എല്ലാ ആളുകളും ഇതുപോലെ ഗ്രൂമിങ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രൂമിങ് ചെയ്യപ്പെട്ട ആളുകളാണ് എന്നല്ല. പക്ഷേ ഒരു വലിയൊരു ശതമാനത്തോളം ആളുകൾ ഇങ്ങനെ ഏജ് ഡിഫറൻസ് ഉള്ള കാറ്റഗറിയിൽ തന്നെ ഗ്രൂമിങ് ചെയ്യുന്നവരുണ്ട്.
കാരണം അതിന്റെ മെയിൻ റീസൺ പറയാന്നുണ്ടെങ്കിൽ ജനറേഷൻ ഗ്യാപ്പാണ്. തനിക്ക് വേണ്ട പോലെ ഒരു ഭാര്യയാക്കി വളർത്താനാണ് പല ആളുകളും പെൺകുട്ടികളെ, അല്ലെങ്കിൽ തന്നേക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വളർത്താനാണ് ശ്രമിക്കുക. ഇനി ഇതിന്റെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഈ മാരേജ് നോക്കുന്ന സമയത്ത് പല ആളുകളും ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റിയിലുള്ള ആളുകൾ പറയാറുണ്ട്, ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സിന് താഴോട്ടുള്ള പെൺകുട്ടികൾ മതി എന്നുള്ളത്. ശരിക്കും ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അവരുടെ ബ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പറയുന്നതെന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 വയസ്സായ പെൺകുട്ടിയും 25, 26, 27 വയസ്സായ പെൺകുട്ടികളെയും കാണാൻ ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണുള്ളത്. എല്ലാവരും അവരെ ടേക്ക് കെയർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം നമുക്ക് എല്ലാ ആളുകളിലും കാണാനായിട്ട് കഴിയും. പക്ഷേ ഇവർ പറയുന്നത് ഈ 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിന് താഴോട്ടുള്ള പെൺകുട്ടികളെ പറഞ്ഞ് അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. എന്നാൽ നേരെ മറിച്ച് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഫൈനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് ഇവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇവരുടെ ഇഷ്ടത്തിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. സോ അതുകൊണ്ടാണ് പല ആളുകളും ഇങ്ങനെ മാരേജ് നോക്കുന്ന സമയത്ത് ഈ ഏജ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.